ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും ഫിഷറീസ് വകുപ്പിന് കീഴിലും മൃഗസംരക്ഷണ വകുപ്പിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കുറഞ്ഞ യോഗ്യത 7ാം ക്ലാസ്സാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ 2026 ജനുവരി 2 മുതൽ 11 വരെ തൃത്താല ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ ക്ലീനിംഗ് ജോലികൾക്ക് വനിതകളെ ആവശ്യമുണ്ട്. സരസ് മേളയിൽ സജ്ജീകരിക്കുന്ന ഇന്ത്യൻ ഫുഡ് കോർട്ടിലേക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ജോലി. കുടുംബശ്രീ ഓക്സിലറി വനിതകൾക്കാണ് അവസരമുള്ളത്. തൃത്താല നിയോജക മണ്ഡലത്തിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ അതാത് കുടുംബശ്രീ CDSുമായി ബന്ധപ്പെടുക. അടുത്തത് വയനാട് ജില്ലയിൽ മീനങ്ങാടി IHRD മോഡൽ കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. 3 വർഷ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ അസലും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുമായി നവംബർ 7 രാവിലെ 11:30 കോളേജ് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടി താഴെയങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് മേട്രൺ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള 45-നും 60-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. നവംബർ 10 വൈകിട്ട് 5 മണിക്കകം അപേക്ഷ നൽകണം. അപേക്ഷ ഫോം മീനങ്ങാടിയിലുള്ള ഹൗസിംഗ് ബോർഡിന്റെ വയനാട് ഡിവിഷൻ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ HMC മുഖേന ദിവസവേതന അടിസ്ഥാനത്തിൽ ഇലക്ട്രീഷ്യൻ പ്ലംബർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. SSLCയും ITI സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ നവംബർ 10 ഉച്ചയ്ക്ക് 2 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ നിങ്ങളുടെ മേൽവിലാസം, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ 20,500 രൂപ മാസവേതനത്തിൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരെ നിയമിക്കുന്നുണ്ട്. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും 1 വർഷത്തെ പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള 40 വയസ്സിനുള്ളിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നവംബർ 7 രാവിലെ 10 മണിക്ക് കണ്ണൂർ NHM ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ സൂക്ഷ്മ പരിശോധന ലോഗിന്റെ ചുമതല നിർവഹിക്കുന്നതിനായി ദിവസവേതന അടിസ്ഥാനത്തിൽ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ ആവശ്യമുണ്ട്. 3 മാസത്തേക്കാണ് നിയമനം. ബിരുദവും DCAയുമാണ് അടിസ്ഥാന യോഗ്യത. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ 11 രാവിലെ 11 മണിക്ക് തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ ചേംബറിൽ നടത്തുന്ന അഭിമുഖത്തിന് ഹാജരാവണം. പേരൂർക്കടയിൽ പ്രവർത്തിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ ഓഫീസിലാണ് നിലവിൽ ക്ഷേമനിധി ഓഫീസ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ കുറുക്കൻകുന്ന് അങ്കണവാടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന അങ്കണവാടി കം കൃഷിയിലേക്ക് ഹെൽപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള സേവന സന്നദ്ധരും മതിയായ ശാരീരിക ശേഷിയുമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ 18-നും 35-നും ഇടയിലുള്ള 10ാം ക്ലാസ് പാസ്സായ പൂക്കോട്ടൂർ പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം. താല്പര്യമുള്ളവർ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, മറ്റു മുൻഗണനകൾ എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ, സ്ഥിര താമസം തെളിയിക്കാൻ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ശിശുവികസന പദ്ധതി ഓഫീസർ ICDS മലപ്പുറം അഡീഷണൽ പൂക്കോട്ടൂർ PO പിൻ നമ്പർ 676517 എന്ന വിലാസത്തിൽ നവംബർ 10 വൈകിട്ട് 4 മണിക്ക് മുമ്പ് അപേക്ഷിക്കണം. നിശ്ചിത അപേക്ഷ ഫോറത്തിന്റെ മാതൃക പൂക്കോട്ടൂരിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസിൽ ലഭിക്കും. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന്റെ ജല ആവാസ വ്യവസ്ഥ മത്സ്യസമ്പത്ത് സംരക്ഷണ പദ്ധതിയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഫിഷറി ഗാർഡിനെ നിയമിക്കുന്നുണ്ട്. VHSC ഫിഷറീസ് റാങ്ക് ലൈസൻസ് എന്നീ യോഗ്യതയുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവ സഹിതം മാപ്പിള ബേ ഫിഷറീസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നവംബർ 7 രാവിലെ 10:30 നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. മത്സ്യബന്ധന യാനങ്ങളിലോ മറ്റു യാനങ്ങളിലോ സേവനം അനുഷ്ഠിച്ചവർക്കും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്നുള്ളവർക്കും മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അടുത്തത് കാസർഗോഡ് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ജില്ലയിലെ നീലേശ്വരം, മഞ്ചേശ്വരം ബ്ലോക്കുകളിൽ രാത്രികാല മൃഗചികിത്സാ സേവനങ്ങൾക്കായി നിയമിച്ച വെറ്റിനറി ഡോക്ടർമാരെ സഹായിക്കുന്നതിനായി ഡ്രൈവർ കം അറ്റൻഡന്റുമാരെ 89 ദിവസത്തേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നവംബർ 7 രാവിലെ 10:30 കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. യോഗ്യത 7ാം ക്ലാസ് ആണ്. ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.